ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൊളോയിഡൽ സൊല്യൂഷൻസിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ബ്രൗണിയൻ മൂവ്മെന്റും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ടിൻഡൽ ഇഫക്റ്റും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊളോയിഡൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. പ്രധാനമായിട്ടും 3 ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് ഈ വീഡിയോയിലും ബാക്കി 2 അടുത്തടുത്തുള്ള വീഡിയോയിലും നമുക്ക് പഠിക്കാം. സോ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഈ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന് കാരണം ആക്ച്വലി കൊളോയിഡൽ സൊല്യൂഷൻസ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഉണ്ടാവാനുള്ള കാരണം കൊളോയിഡൽ സൊല്യൂഷനിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ചാർജാണ്. കേൾക്കണേ, കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട്. ഏത് സോൾ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതിലെ സോൾ പാർട്ടിക്കിൾസിന്, അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ടാകും. അതിന് തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സോൾ സൊല്യൂഷൻ, ഒരു സോൾ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ പാർട്ടിക്കിൾസിനും സിമിലർ ചാർജ് ആണ്. ഓക്കെ, ഓൾ പാർട്ടിക്കിൾസ് ഓഫ് എ സോൾ സിസ്റ്റം പൊസസ് ഓർ ക്യാരി സിമിലർ ചാർജസ്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ അറിയാവോ? സോൾ പാർട്ടിക്കിൾസിനെല്ലാം സിമിലർ ചാർജ് ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി സോൾ പാർട്ടിക്കിൾസിന് സ്റ്റെബിലിറ്റി കിട്ടുന്നത്. സ്റ്റെബിലിറ്റി കിട്ടാനുള്ള ഒരു കാരണം അതാണ്. എന്തുകൊണ്ട്? സോൾ പാർട്ടിക്കിൾസ് ആക്ച്വലി ചിലപ്പോൾ സൈസ് കുറച്ച് 1 നാനോമീറ്ററിനേക്കാൾ കൂടുതലാണ്, 1000 നാനോമീറ്ററിനേക്കാൾ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 1000 നാനോമീറ്ററിന്റെ അടുത്തൊക്കെയാണ് സൈസ് എങ്കിൽ അണ്ടർ ഗ്രാവിറ്റി അത് താഴെ സെറ്റിൽ ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയാ, സെഡിമെന്റ് ചെയ്യാൻ, അതായത് സസ്പെൻഷൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരസ്പരം എല്ലാത്തിനും ഒരേ ചാർജ് ഉള്ളത് കൊണ്ട് അത് പരസ്പരം റിപ്പൽ. So, due to the similar charges possessed by the colloidal particles, they repel each other, and this mutual repulsion between the colloidal particles is responsible for the stability of the colloidal system. Okay, അപ്പൊ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാനുള്ള കാരണം ഈ ചാർജാണ്, കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ചാർജാണ്. അപ്പൊ ഓർമ്മിക്കുക, ഒരു കൊളോയിഡൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ പാർട്ടിക്കിൾസിനും സിമിലർ ചാർജ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഈ എന്താ പറയാ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നതിന് മുമ്പ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന് കാരണമാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞോളെ. അപ്പൊ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ടാവുന്നത് അത് പറയാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ പ്രോപ്പർട്ടി പറയാം. എന്തുകൊണ്ടാണ് ചാർജ് ഉണ്ടായത്? ഒറിജിൻ ഓഫ് ചാർജ്. ഓക്കെ, എന്നാണ് ഒറിജിൻ ഓഫ് ചാർജ്. Origin of charge of colloidal particles. Of colloidal particles. ചാർജ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഓക്കെ, പ്രധാനമായിട്ടും 3 കാരണങ്ങളാലാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് കിട്ടുന്നത്. ഒന്നാമത്തെ കാരണം, നമ്മൾ ബ്രൗണിയൻ മൂവ്മെന്റ് പറയുമ്പോൾ അവിടെ പറഞ്ഞതാണ് പൊന്നു പിള്ളേരെ, പാർട്ടിക്കിൾസ് ഓഫ് ദി കൊളോയിഡൽ സിസ്റ്റം, അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ എങ്ങനെയാണുള്ളത്? ദേ ആർ ഇൻ ബ്രൗണിയൻ മോഷൻ ഓർ ദേ ആർ ഇൻ റാൻഡം മോഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിലേക്ക് കൂടി മൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിലെ പാർട്ടിക്കിൾസുമായിട്ട് കൊളീഷൻ നടക്കുന്നില്ലേ? ദാറ്റ് മീൻസ് there is a chance for the mutual rubbing of colloidal particles and dispersion medium particles. കൊളോയിഡൽ സിസ്റ്റത്തിൽ ആകെ 2 പേരല്ലേ ഉള്ളൂ. എന്താണ്? 2 ടൈപ്പിലുള്ള കൂട്ടരല്ലേ ഉള്ളൂ. ആരൊക്കെ? ഡിസ്പേർഷൻ മീഡിയം, ഡിസ്പേഴ്സ്ഡ് ഫേസ്. അതിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ് മോഷനിലാണ്, ഡിസ്പേർഷൻ മീഡിയം പാർട്ടിക്കിൾസ് മോഷനിലാണ്. അപ്പൊ അവര് പരസ്പരം മ്യൂച്വൽ റബ്ബിങ്ങിൽ ഏർപ്പെടാം. അപ്പോൾ എന്ത് സംഭവിക്കാം? യെസ്, എന്താണ്? പരസ്പരം മ്യൂച്വൽ ആയിട്ട് ഇങ്ങനെ കൊളീഷൻ നടക്കുന്നു, അതേപോലെ റബ്ബിങ് നടക്കുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാർജ് കൈമാറ്റം ചെയ്യപ്പെടാം. ദാറ്റ് മീൻസ് ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ. എന്താണ്? frictional electrification. So this is the first
chance or first method to obtain the charge to colloidal particles. എന്താണ് frictional electrification. Frictional electrification. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? Due to the mutual rubbing of mutual rubbing of rubbing between colloidal particles and dispersed medium particles. അല്ലെ, dispersed medium particles. So this is the first reason or first chance or first method to obtain the charge to colloidal particles. Okay. രണ്ടാമത്തത്, അത് നമ്മൾ വിശദമായിട്ട് വേറൊരു സെക്ഷനിൽ പറയാനുള്ളതാണ്. അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം, എക്സാമ്പിൾ വഴി പറയാം. സോപ്പ് കേട്ടിട്ടുണ്ടോ? സോപ്പ് എന്നാണ് RCOON അല്ലെ, കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ട് ആണ് സോപ്പ് അല്ലെ. എങ്ങനെയുള്ള കാർബോക്സിലിക് ആസിഡ്? ഹയർ കാർബോക്സിലിക് ആസിഡ്. എല്ലാ കാർബോക്സിലിക് ആസിഡ് അല്ല. ഹയർ കാർബോക്സിലിക് ആസിഡിന്റെ പേരെന്താ? ഫാറ്റി ആസിഡ്സ്. അതായത് ഫാറ്റി ആസിഡിന്റെ സോഡിയം സാൾട്ട് ആണ് സോപ്പ്. അത് ജനറലായിട്ടുള്ള RCOON എന്ന്. ഇതിൽ ആറാണ് ഹയർ ആൽക്കൈൽ ഗ്രൂപ്പ്. അതായത് നീളം കൂടിയ കാർബൺ ചെയിൻ. എന്നാൽ ലഘ്യമായിട്ടുള്ള കാർബൺ ചെയിൻ ആണ് R. ഫോർ എക്സാമ്പിൾ, സോഡിയം സാൾട്ട് ഓഫ് പാലിറ്റിക് ആസിഡ്, സോഡിയം സാൾട്ട് ഓഫ് സ്റ്റീറിക് ആസിഡ്, സോഡിയം സാൾട്ട് ഓഫ് ഓലിക് ആസിഡ്, സോഡിയം സാൾട്ട് ഓഫ് ലോറിക് ആസിഡ്. അതെല്ലാം ഈ പറയപ്പെട്ട ആസിഡ് എല്ലാം ഫാറ്റി ആസിഡ് ആണ്, ഹയർ ഫാറ്റി ആസിഡുകളാണ്. അതായത് കാർബൺ ചെയിനിന്റെ ലെങ്ത് കൂടിയ കാർബോക്സിലിക് ആസിഡുകൾ, അതിന്റെ സോഡിയം സാൾട്ട് ആണ്. അപ്പൊ ഈ സോപ്പിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവുന്ന കുഞ്ഞോളെ? ഇത് RCOO മൈനസ് Na+ രണ്ട് അയോണുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പോ വെള്ളത്തിലേക്ക് പാത്രത്തിൽ വെള്ളം എടുത്ത് വെള്ളത്തിൽ അത് ഡിസോസിയേറ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം അയോൺസിന്റെ പ്രത്യേകത എന്താ? അയോൺസ് എല്ലാം അറ്റോമിക് സൈസിലോ മോളിക്കുലാർ സൈസിലാണുള്ളത്. അതായത് ബിലോ 1 നാനോമീറ്റർ ആണ് അവരുടെ സൈസ്. ശരിയല്ലേ? അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പിലുള്ള അയോൺസ് ഉണ്ട്, Na+ RCOO-. ഇതിൽ RCOO- സൈസ് Na+നേക്കാൾ വലുതാണ്. കാരണം നീളമുള്ള കാർബൺ ചെയിൻ അതിലുണ്ട്. എന്നാലും അത് 1 നാനോമീറ്ററിനേക്കാൾ കുറവായിരിക്കും. ഒരു പ്രത്യേക കോൺസെൻട്രേഷനിൽ എത്തുമ്പോൾ നമ്മളിപ്പോ സോപ്പ് വെള്ളത്തിലിട്ട് കലക്കുന്നു. അപ്പോൾ എന്താവും? ഇങ്ങനെയുള്ള ഒരുപാട് അയോൺസ് ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലേക്ക് എത്തുമ്പോൾ എന്താണെന്ന് അറിയാവുക? ഈ RCOO- അയോണുകളെല്ലാം കൂടിച്ചേരും. എല്ലാം തന്നെ ഒരു 100 എന്താ പറയാ 50 to 100 അല്ലെങ്കിൽ ഒരു 100 എണ്ണം വീതമുള്ള ഒരു ക്ലസ്റ്റർ ഉണ്ടാവും. ഈ RCOO- അയോണുകൾ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലേക്ക് എത്തുമ്പോൾ അവർ കൂടിച്ചേർന്നിട്ട് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. നോക്കി എങ്ങനെ നോക്കോ, ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല. RCOO നമുക്ക് ഇങ്ങനെ കാണിക്കാം. ആരെന്താ? നീളമുള്ള കാർബൺ ചെയിൻ അല്ലേ? കാർബൺ ചെയിനെ നമുക്ക് ബോണ്ട് ലൈൻ ഫോർമുല വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ബോണ്ട് ലൈൻ ഫോർമുല നീളമുള്ള കാർബൺ ചെയിൻ, അതിന്റെ അറ്റത്ത് COO-. ഓക്കെ, നമുക്ക് അതിനൊരു ഇങ്ങനെ കാണിക്കാം, ഹെഡ് പോലെ കാണിക്കാം. ഇത് ഹെഡ്, ഇത് ടൈൽ. അതിന്റെ ഹെഡിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഇതാണ് RCOO-. ഒരു RCOO-. ഇതിന്റെ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ ചെറുതാണ്. ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലേക്ക് എത്തുമ്പോൾ എന്താകുന്നു? ഇവരെല്ലാം കൂടിച്ചേരുന്നു. ഓക്കെ, ഇതെല്ലാം കുറെ RCOO- കൂടിച്ചേരുന്നു. അങ്ങനെ കൂടിച്ചേർന്നിട്ട് 1 നാനോമീറ്ററിനേക്കാൾ കുറച്ച് വലിയ സൈസ് ആകുന്നു. അതായത് കൊളോയിഡൽ സൈസുള്ള പാർട്ടിക്കിളായിട്ട് മാറുന്നു. ഓക്കെ, ആ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ പേരാണ്, അങ്ങനെയുള്ള ഒരു ക്ലസ്റ്ററിന്റെ പേരാണ് മൈസെൽ. ആ മൈസെലിനെല്ലാം നെഗറ്റീവ് ചാർജാണുള്ളത്. ഒരു മൈസെലിന് നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പൊ ചാർജ് കിട്ടിയത് എങ്ങനെയാണ് ക്ലിയർ ആയില്ലേ? ഇത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോപ്പിന്റെ ക്ലീനിങ് ആക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതായാലും ഇവിടെ എന്താ സംഭവിച്ചത്? ആദ്യം മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തു, അയോൺസ് ആയിട്ട് മാറി.
ആ അയോൺസ് പിന്നെ എന്താവുന്നു, അവർ കമ്പൈൻ ചെയ്യുന്നു, അഗ്രിഗേഷൻ നടത്തുന്നു. അഗ്രിഗേഷൻ മീൻസ് കോമ്പിനേഷൻ നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നു. ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലേ? ഡിറ്റർജന്റിന്, ചില ഡിറ്റർജന്റിന്റെ കേസിൽ അത് പോസിറ്റീവ് ചാർജ് ആയിട്ട് വരും. ഓക്കെ, ചില ഡിറ്റർജന്റ്, എല്ലാ ഡിറ്റർജന്റ് അല്ല, ചില ഡിറ്റർജന്റിന്റെ കേസിൽ അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ക്ലസ്റ്ററിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ എന്താണ് രണ്ടാമത്തത്? ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ്. ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ്, അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകും? അയോൺസ് ഉണ്ടാകും അല്ലെ? ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് ഫോളോഡ് ബൈ aggregation of ions. എന്നാണ് aggregation means combination, aggregation of ions. അതിൽ എക്സാമ്പിൾ ആണ് സോപ്പിന്റെ കേസിലെ മൈസൽ ഫോർമേഷൻ. ഓക്കെ, മൂന്നാമത്തത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അത് നമ്മൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പെപ്റ്റൈസേഷൻ എന്നുള്ള ടോപ്പിക് പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് എക്സാമ്പിൾ ആയിട്ട് പറയാം, 2-3 എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സാമ്പിൾ 1, നമ്മൾ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോൾ ഉണ്ടാക്കുന്നു. എങ്ങനെ? 2 രീതിയിൽ ഉണ്ടാക്കാം. ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോൾ 2 രീതിയിൽ ഉണ്ടാക്കാം. എങ്ങനെയാണെന്നറിയോ? ഫെറിക് ക്ലോറൈഡിന്റെ സൊല്യൂഷൻ എടുക്കുക. ഫെറിക് ക്ലോറൈഡ് എടുക്കണേ. ഫെറിക് ക്ലോറൈഡിന്റെ സൊല്യൂഷൻ, ഫെറിക് ക്ലോറൈഡ്, എക്സസ് ഫെറിക് ക്ലോറൈഡ്. ആ ഫെറിക് ക്ലോറൈഡിലേക്ക്, ഫെറിക് ക്ലോറൈഡിന്റെ സൊല്യൂഷനിലേക്ക് നിങ്ങൾ വെള്ളം ആഡ് ചെയ്യില്ല, H2O. ഹൈഡ്രോളിസിസ് ഓഫ് ഫെറിക് ക്ലോറൈഡ്. അപ്പൊ എന്താകും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താകും? ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. എന്താണ്? ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആദ്യം ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ആണ് ഇത്, ഫെറിക് ഹൈഡ്രോക്സൈഡ്. ഇതിൽ ഫെറിക് ക്ലോറൈഡ് എക്സസ് ആണ്. അങ്ങനെ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? കുറച്ച് ഫെറിക് ക്ലോറൈഡ് മാത്രമേ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇത് കുറച്ച് ബാക്കി ഉണ്ടാവും. ആ ഫെറിക് ക്ലോറൈഡ് എങ്ങനെ ഉണ്ടാവും അറിയാവോ? ഫെറിക് ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Fe3+ Cl- ഉണ്ടാവും. അപ്പൊ ഈ സൊല്യൂഷനിൽ കുറെ Fe3+ ഉണ്ട്, Cl- അയോൺസ് ഉണ്ട്. ഓക്കെ, ഇനി താഴെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്. ഈ പ്രസിപ്പിറ്റേറ്റ് ശ്രദ്ധിക്കണം, ഈ പ്രസിപ്പിറ്റേറ്റ് അയോണിക് ആണ്. ഈ പ്രസിപ്പിറ്റേറ്റിലും ഈ ഇലക്ട്രോലൈറ്റിലും കോമൺ ആയിട്ട് ഒരു അയോൺ ഇല്ലേ, Fe3+. ആ Fe3+ ഇതിന്റെ സർഫസിൽ, അതായത് പ്രസിപ്പിറ്റേറ്റിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്യും. ഓരോ FeOH സർഫസിൽ അബ്സോർബ് ചെയ്യും, അബ്സോർബ് Fe3+ അയോൺസ് അബ്സോർബ് ചെയ്യും. ഇതാണ് ഒരു FeOH വികാരം. ഇതൊരു FeOH ആണ്, ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് പാർട്ടിക്കിൾ ആണ്. അതിന്റെ സർഫസിൽ Fe3+ വന്നിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യും. അതേപോലെ വേറെ FeOH സർഫസിൽ വീണ്ടും വേറെ Fe3+ വന്നിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ എല്ലാ FeOH സർഫസിലും Fe3+ വന്നിട്ട് അബ്സോർബ് ചെയ്യുന്നു. അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം, FeOH Fe3+. ഓക്കെ, ഇതെന്താണ്? ഇത് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇതെന്താണ്? ഇലക്ട്രോലൈറ്റിലെ അയോൺ ആണ്. അതെന്ത് ചെയ്തു? ഈ പ്രസിപ്പിറ്റേറ്റ് പാർട്ടിക്കിളിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്തു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന്റെ സർഫസിൽ ഇത് അബ്സോർബ് ചെയ്യും. അപ്പൊ എന്താണെന്നറിയോ? ഇവർ പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടായത്. അപ്പൊ എല്ലാത്തിന്റെ സർഫസിൽ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഓരോ പാർട്ടിക്കിളും വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് വരും. അങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ട് ഈ സൊല്യൂഷനെ ഡിസ്പോസ് ചെയ്യും. അപ്പൊ അവിടെ നോക്കേ, നമുക്ക് എന്ത് കിട്ടി? ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോള് കിട്ടി. ആ സോൾ പാർട്ടിക്കിൾസ് ആണ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിലെ സോൾ പാർട്ടിക്കിൾസ് ആണിത്. ആ സോൾ പാർട്ടിക്കിൾസിനെല്ലാം പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പൊ എന്താ ചെയ്തത്? ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ഇലക്ട്രോലൈറ്റിലെ പോസിറ്റീവ് അയോണിനെ പ്രിഫറൻഷ്യൽ ആയിട്ട് സെലക്റ്റീവ് ആയിട്ട് അബ്സോർബ് ചെയ്തു. അങ്ങനെ അതിന് ചാർജ് കിട്ടി. സോ ചാർജ് കിട്ടാനുള്ള വേറെ വഴി എന്താണ്? സെലക്റ്റീവ് അബ്സോർപ്ഷൻ ഓർ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ എന്നാണ്. പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ്
preferential adsorption of ions from solution. അപ്പൊ അത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇതേ പരിപാടി ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പോസിറ്റീവ് ചാർജുള്ള സോളല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, ഹൗ ക്യാൻ യു പ്രിപ്പയർ ദി നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ ഓഫ് ഫെറിക് ഹൈഡ്രോക്സൈഡ്? ഇപ്പോൾ ഉണ്ടാക്കിയത് പോസിറ്റീവ് ചാർജുള്ള സോളാണ്. എങ്ങനെ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഫെറിക് ക്ലോറൈഡിന്റെ സൊല്യൂഷൻ എടുക്ക്, FeCl3. അതിലേക്ക് ബേസിക് ഹൈഡ്രോളിസിസ് നടത്തുക. പ്യുർ ഹൈഡ്രോളിസിസ് അല്ല, H2O വെള്ളമാണ് ഇതല്ല. പകരം കേൾക്കണേ, FeOH ട്രൈസിലേക്ക് FeCl3യിലേക്ക് NaOH ആഡ് ചെയ്യുക. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇതാ ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, സപ്പോസ് ഇതിൽ NaOH എക്സസ് ആണെന്ന് വിചാരിക്കാം. എന്നാണ് NaOH എക്സസ് ആണ്. അപ്പൊ എന്താ പറയാവുക? കുറച്ച് NaOH മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യുള്ളൂ. ബാക്കി എന്തുണ്ടാവും? കുറച്ച് NaOH ബാക്കി ഉണ്ടാവും. അപ്പൊ ആ NaOH ബാക്കിയുള്ള NaOHല് Na പ്ലസും OH മൈനസ് അയോൺസ് ഉണ്ടാവും. അപ്പൊ സൊല്യൂഷനില് OH മൈനസ് അയോൺസ് ഉണ്ട്. താഴെയുള്ള പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള അയോണിക് FeOH ട്രൈസ്, ഇത് അയോണിക് കോമ്പൗണ്ട് അല്ലേ. ഇതിലും കോമൺ ആയിട്ട് ഇലക്ട്രോലൈറ്റിലും ഇത് പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് അയോണിക്. പ്രസിപ്പിറ്റേറ്റിലും ഇലക്ട്രോലൈറ്റിലും കോമൺ ആയിട്ടുള്ള അയോണിലെ ആര്? OH മൈനസ്. ആ OH മൈനസ് ഈ പ്രസിപ്പിറ്റേറ്റിന്റെ സർഫസിൽ സെലക്റ്റീവ് ആയിട്ട് അബ്സോർബ് ചെയ്യും. ഇവിടെ അബ്സോർബ് ചെയ്തത് ആരാ? Fe3+. കാരണം അവിടെ കോമൺ ആയിട്ടുള്ള ഇതിലും കോമൺ ആയിട്ടുള്ള അയോൺ ഏതാ ഉണ്ടായത്? Fe3+. ഓക്കെ, കേൾക്കണേ. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവുക? NaOH എക്സസ് ആയിട്ടുള്ള NaOH നിന്ന് നമുക്ക് OH മൈനസ് അയോൺസ് കിട്ടും. ആ OH മൈനസ് അയോൺസ് ഓരോ FeOH ട്രൈസിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്യും. അങ്ങനെ FeOH ട്രൈസ് ബാർ OH മൈനസ്, അതായത് നെഗറ്റീവ് ചാർജുള്ള സോൾ പാർട്ടിക്കിൾസ് കിട്ടും. അപ്പൊ നമുക്ക് പോസിറ്റീവ് ചാർജുള്ള ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോൾ ഉണ്ടാക്കാം, നെഗറ്റീവ് ചാർജുള്ള ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോളും ഉണ്ടാക്കാം. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ വേറൊരു എക്സാമ്പിൾ കൂടി പറയട്ടെ. ഞാൻ പോസിറ്റീവ് ചാർജുള്ളതും നെഗറ്റീവ് ചാർജുള്ളതുമായിട്ടുള്ള സോൾ ഉണ്ടാക്കുന്നത്, അതായത് സോൾ പാർട്ടിക്കിൾസിന് ചാർജ് കിട്ടുന്ന മൂന്നാമത്തെ മെത്തേഡിൽ നമ്മൾ കുറച്ച് അധികം എക്സാമ്പിൾ പറയാം. ഇപ്പൊ 2 എക്സാമ്പിൾ പറഞ്ഞു. ഇത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒറിജിൻ ഓഫ് ചാർജ് എന്നുള്ളതിന് കൂടാതെ എങ്ങനെ ചോദിക്കാം? ഹൗ ക്യാൻ യു പ്രിപ്പയർ ദി പോസിറ്റീവ്ലി ചാർജ്ഡ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ? ഹൗ ക്യാൻ യു പ്രിപ്പയർ ദി നെഗറ്റീവ്ലി ചാർജ്ഡ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിൽവർ അയോഡൈഡിന്റെ സോൾ ഉണ്ടാക്കാൻ പോവാണ്. സിൽവർ അയോഡൈഡിന്റെ സോൾ പോസിറ്റീവ് ചാർജുള്ള സോൾ ഉണ്ടാക്കുന്നു, നെഗറ്റീവ് ചാർജുള്ള സോൾ ഉണ്ടാക്കുന്നു. എങ്ങനെയാകുക? നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, അതിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുന്നു. ഇതില് സിൽവർ നൈട്രേറ്റ് എക്സസ് ആണെന്ന് വിചാരിക്കാം. സിൽവർ നൈട്രേറ്റ് എക്സസ് ആണ്. പൊട്ടാസ്യം അയോഡൈഡ് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്ന സിൽവർ അയോഡൈഡ് ഫോം ചെയ്യും. സിൽവർ അയോഡൈഡ് ഫോം ചെയ്യും പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ്. ഞാൻ പറഞ്ഞു സിൽവർ ഇത് പ്രസിപ്പിറ്റേറ്റ് ആണ്. സിൽവർ അയോഡൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇനി സിൽവർ നൈട്രേറ്റ് എക്സസ് ആണെന്ന് പറഞ്ഞില്ലേ? ആ സിൽവർ നൈട്രേറ്റ് ബാക്കിയുള്ള സിൽവർ നൈട്രേറ്റ് അത് ഇലക്ട്രോലൈറ്റ് ആണ്. അത് ഡികമ്പോസ് ചെയ്തിട്ട് Ag+NO3- ഉണ്ടാകും. ഇത് അയോണിക് പ്രസിപ്പിറ്റേറ്റ് ആണ്, ഇത് ഇലക്ട്രോലൈറ്റ് ആണ്. ഈ അയോണിക് പ്രസിപ്പിറ്റേറ്റിലും ഇലക്ട്രോലൈറ്റിലും കോമൺ ആയിട്ട് Ag+ അയോൺസ് ഉണ്ട്. ആ Ag+ അയോൺ സിൽവർ അയോഡൈഡ് പ്രസിപ്പിറ്റേറ്റ് പാർട്ടിക്കിൾസിന്റെ സർഫസിൽ സെലക്റ്റീവ് ആയിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള സിൽവർ അയോഡൈഡ് സോൾ പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. അപ്പൊ എങ്ങനെയാണ് സിൽവർ അയോഡൈഡിന്റെ പോസിറ്റീവ് സോൾ പാർട്ടിക്കിൾസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് ക്ലിയർ അല്ലേ? ഇനി നേരെ മറിച്ച് ഇങ്ങനെയാണ് വിചാരിക്കാം. സിൽവർ നൈട്രേറ്റ് അതിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുന്നു. പക്ഷെ പൊട്ടാസ്യം അയോഡൈഡ് എക്സസ് ആണ്, സിൽവർ നൈട്രേറ്റ് അല്ല. എനിവേ ഇത് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകും? സിൽവർ അയോഡൈഡ് ഉണ്ടാകും പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ്.
സിൽവർ അയോഡൈഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പൊ ആരെ എക്സസ് പൊട്ടാസ്യം അയോഡൈഡ്. അപ്പൊ ഈ പൊട്ടാസ്യം അയോഡൈഡ് ഡിക്കമ്പോസ് ചെയ്തിട്ട് അത് ഇലക്ട്രോലൈറ്റ് ആണ്, K+I- ഉണ്ടാവും. ഈ പ്രസിപ്പിറ്റേറ്റിലും അയോണിക് പ്രസിപ്പിറ്റേറ്റിലും ഇലക്ട്രോലൈറ്റിലും കോമൺ ആയിട്ടുള്ള അയോണാണ് നെഗറ്റീവ് I- അയോൺസ്. അപ്പൊ എന്താണെന്നറിയോ, സിൽവർ അയോഡൈഡിന്റെ സോൾ പാർട്ടിക്കിൾസ് I- അയോഡൈഡ് അയോഡിന് സെലക്റ്റീവ് ആയിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ AgI- സിൽവർ അയോഡൈഡിന്റെ നെഗറ്റീവ് ചാർജുള്ള സോൾ ഫോം ചെയ്യും. കണ്ടോ, പോസിറ്റീവ് ചാർജുള്ള സോളും ഉണ്ടാക്കി, നെഗറ്റീവ് ചാർജുള്ള സോളും ഉണ്ടാക്കി. ഒരു എക്സാമ്പിൾ കൂടി. ഇപ്പൊ നമ്മളിപ്പോ ടോട്ടൽ 4 എക്സാമ്പിൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ കൂടി. അതായത് നമ്മളൊരു നെഗറ്റീവ് ചാർജുള്ള സോൾ ഉണ്ടാക്കുന്നു. ആ സോള് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അർസീനിയസ് സൾഫൈഡിന്റെ സോൾ ഓർമ്മയുണ്ട? അർസീനിയസ് സൾഫൈഡ് AS2S3 എങ്ങനെയാ ഉണ്ടാക്കിയത്? അർസീനിയസ് ഓക്സൈഡിലേക്ക് കൂടിയിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് അക്വസ് സൊല്യൂഷൻ പാസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടായത്? അർസീനിയസ് സൾഫൈഡ് ഫോം ചെയ്തത് അല്ലെ, അക്വസ്. ചോദിക്കട്ടെ, ഇത് നമ്മൾ സോളാണെന്ന് പറഞ്ഞു. ഈ സോളിന് എന്ത് ചാർജാ ഉള്ളത്? അത് പറഞ്ഞില്ലല്ലോ. ഏത് സോളാണെങ്കിലും അതിന് ചാർജ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അർസീനിയസ് സൾഫൈഡിന്റെ ചാർജ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, അത് നമ്മൾ പറയാൻ പോവാണ്. നോക്കേ, അർസീനിയസ് ഓക്സൈഡിന്റെ അക്വസ് സൊല്യൂഷനിലേക്ക് ഹൈഡ്രജൻ സൾഫൈഡ് എക്സസ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴുണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ് ആണ് ആക്ച്വലി AS2S3. ഇത് പ്രസിപ്പിറ്റേറ്റ്, ആക്ച്വലി അതൊരു പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി H2S ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, അതെന്താണെന്ന് അറിയാം, ഡിക്കമ്പോസ് ചെയ്തിട്ട് H2S ഡിക്കമ്പോസ് ചെയ്തിട്ട് 2H+S2- ഫോം ചെയ്യും. ഈ S2- ഇതിന്റെ സർഫസിൽ സെലക്റ്റീവ് ആയിട്ട് അബ്സോർബ് ചെയ്യും. AS2S3 പ്ലസ് S2- അങ്ങനെ AS2S3S2- എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജുള്ള സോൾ ഫോം ചെയ്യും. സോ അർസീനിയസ് സൾഫൈഡ് ഈസ് ആക്ച്വലി നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ. ക്ലിയർ? അപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആണ് പറഞ്ഞുകൊണ്ടുണ്ടായത്. പ്രോപ്പർട്ടി ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന് കാരണം സോൾ പാർട്ടിക്കിൾസിന്റെ ചാർജ് ആണ്. സോൾ പാർട്ടിക്കിൾസിനെല്ലാം ഒരുപോലുള്ള ചാർജ് ആണുള്ളത്. അതിന് കാരണമായിട്ടുള്ള സംഗതികളാണ് പറഞ്ഞത്. 3 ടൈപ്പിൽ ചാർജ് കിട്ടാം. 3 നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.